ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ എന്ത് വീഡിയോ ആണെന്ന് നിങ്ങൾക്കിതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നൊക്കെ. അതേ നമുക്ക് എഗ്ഗ് ലോലിപോപ്പാണ് ഇന്നിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ ഇത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 3 മുട്ട വെച്ചിട്ടാണ് ഞാൻ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ഗ്രേറ്റ് ചെയ്യുന്നത്, അതിലിട്ടിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3ഉം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ട ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചതച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു നുള്ള് ഒക്കെ മതിയാവും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ടത് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുന്ന പരുവാകുന്നുണ്ടെങ്കിൽ അത്രയും മൈദപ്പൊടി മതി. പിന്നെ അത് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് അത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഉരുട്ടി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രൂപമാകുമ്പോൾ നമുക്കിത് ബൗൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇത് കുറച്ചൊക്കെ അലിഞ്ഞ രൂപത്തിലായിരിക്കും, പക്ഷേ പേടിക്കൊന്നും വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ ബോളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം. അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അത് എടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് സൂക്ഷിച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഒരു മുട്ട തന്നെ മതിയാവും കേട്ടോ. നമുക്കിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. മുട്ട നിർബന്ധമില്ല, മുട്ട വേണ്ടാന്നുള്ളവർക്ക് ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ കുറച്ച് ലൂസിൽ കലക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായ ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിൽ നമ്മൾ മൈദപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വേവേയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സൈഡൊന്ന് ബ്രൗൺ കളർ ആകുമ്പം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് കൂടെ വെക്കാനുണ്ട്. എന്നാലല്ലേ ഇത് ലോലിപോപ്പ് ആവുള്ളൂ. കുട്ടികളെ പറ്റിക്കാനൊക്കെ കുറച്ച് സ്റ്റിക്ക് കൂടെ വെക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഇവിടെ ലാസ്റ്റത്തെ പോർഷനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസിൻ്റെ മുകളിൽ ഞാനിത് ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് അത് പിടിച്ചിട്ട് വേണം ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഫ്താർ ടൈമിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.